കാണാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഹെഡ് ഓഫ് ദ ഓഫീസ് അല്ലെങ്കിൽ ഒരു പ്രധാന അധ്യാപകൻ നിരന്തരം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. ലീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന അധ്യാപകൻ ദൈനംദിനം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റൂ. അതിന് നിങ്ങളെ സഹായിക്കാൻ, അതല്ലെങ്കിൽ ഈ എങ്ങനെ ഇതിനെ സമീപിക്കാം എന്നുള്ള ഒരു എന്താ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു വഴി വെട്ടിത്തരിക എന്ന് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഒരു പ്രധാന അധ്യാപകൻ അറിയേണ്ടുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ തരാൻ ശ്രമിക്കുകയും ചെയ്യും. മറ്റൊന്നുമല്ല, സമയത്തിന്റെ ഒരു പ്രശ്നം, ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ. അത് മാത്രമല്ല, ഇന്ന് കുറച്ച് സമയം എനിക്കൊരു പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നതുകൊണ്ടാണ് കുറച്ച് സമയം, നമ്മൾ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് നമുക്ക് നാളത്തെ ഡേയിൽ കോമ്പൻസേറ്റ് ചെയ്യാം. ഞാനൊരു 3 മണിക്കൂറായിരുന്നു ലീവിന് ഉദ്ദേശിച്ചത്. അപ്പം ഇന്നത്തെ ഒരു സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം കൂടി നമുക്ക് നാളത്തോട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇനി നമുക്ക് തീർന്നില്ല, ഒരു കുഴപ്പമില്ല, മറ്റേതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ പറഞ്ഞ മൊഡ്യൂളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഡോണ്ട് വറി. അപ്പൊ നമ്മൾ ലീവിനെ കുറിച്ച് അറിയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ലീവിനെ കുറിച്ച് ഒരു സംശയം വന്നാൽ അത് എവിടെ കാണും എന്നുള്ളതാണ്. എവിടെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്? അതല്ലേ പ്രധാനമായിട്ട് അറിയേണ്ടത്. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. KSRലെ പാർട്ട് ഫസ്റ്റിലെ റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളിലും അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C ഈ അപ്പൻഡിക്സിലാണ് ലീവിനെ കുറിച്ച് പറയുന്നത്. റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളിലും അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C എന്നീ അപ്പൻഡിക്സിലുമാണ് ലീവിനെ കുറിച്ച് പറയുന്നത്. ഇനി എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രം നോക്കിയാൽ പോരാ. KERലെ ചാപ്റ്റർ 14A റൂൾ 56 മുതൽ 60 വരെയുള്ള റൂളുകളിലും ലീവിനെ കുറിച്ച് പറയുന്നുണ്ട്. KERലെ ചാപ്റ്റർ 14A റൂൾ 56 മുതൽ 60 വരെയുള്ള റൂളിലും ലീവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതാർക്ക് ബാധകം? എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് മാത്രം ബാധകം. ഗവൺമെന്റ് സ്കൂളുകാർക്കും മറ്റു ഓഫീസ് സ്റ്റാഫിനും KERലെ ചാപ്റ്റർ 14A ബാധകമല്ല. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകർക്ക്, എയ്ഡഡ് അധ്യാപകർക്ക് മാത്രമാണ് ഇത് ബാധകം. അപ്പൊ ലീവിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയേണ്ടത്, ഒരു ഹെഡ് ഓഫ് ദ ഓഫീസ് എന്നുള്ളത്, ഒരു ഹെഡ് ഓഫ് ദ ഓഫീസ് എന്ന നിലയിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ലീവ് ആരുടെയും ഒരു അവകാശമായി കാണാൻ പാടില്ല. ഹെഡ് ഓഫ് ദ ഓഫീസിന് വേണമെങ്കിൽ ഒരാൾ ലീവ് അപേക്ഷ തന്നാൽ ആ ലീവിന് നമുക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കാം, അനുവദിച്ചു കൊടുക്കാം. ഇനി അതല്ല, അയാൾക്ക് ലീവ് അനുവദിക്കാനുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എങ്കിൽ ലീവ് റിഫ്യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിലോ, ലീവ് അനുവദിച്ചു, ലീവ് അനുവദിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമില്ലായിരുന്നു, ഇപ്പോ ഇദ്ദേഹത്തിന്റെ സേവനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീവ് റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ തിരികെ വിളിക്കാനോ ലീവ് സാങ്ഷനിങ് അതോറിറ്റിയായ ഹെഡ് ഓഫ് ദ ഓഫീസിന് ഹെഡ് മാസ്റ്റർക്ക് അധികാരമുണ്ടായിരിക്കും. കാരണം ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്താ സാധാരണ കാണുക, വരാതാവുമ്പോ ഹെഡ് ടീച്ചറെ വിളിച്ചു ചോദിക്കുക, അല്ല ഇയാളെന്താ 10 കാലമായിട്ടും കാണാത്തതെന്ന്. അപ്പ പറയും, ആ ടീച്ചറെ ഞാൻ ഇന്ന് ലീവാണെന്ന്. തീർന്നു. പിറ്റേന്ന് വന്നിട്ട് അവനോട് ചോദിക്കണം, അല്ല ഇന്നലത്തെ ലീവ് തന്നിട്ടില്ലല്ലോ. ആ ടീച്ചറെ ഞാൻ എഴുതരാന്ന് പറയും. ടീച്ചർ തിരിച്ചു വരും. ഉച്ചയാകുമ്പോൾ വീണ്ടും ചോദിക്കും, ടീച്ചറെ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ, എഴുതരാന്ന് പറയും. അങ്ങനെ 2 ദിവസം ടീച്ചർ നടന്നാലേ ലീവ് അപേക്ഷ കിട്ടും. അങ്ങനെയല്ലേ സ്ഥിതി? പറയും.
പറയൂ. ആണോ അല്ലേ? എന്തായിരുന്നു പറയാത്ത? ശരിയാണ് സാർ. 2 ദിവസമല്ല, ചിലപ്പം 15 ദിവസം, 1 മാസം കഴിഞ്ഞിട്ടാണ് ലീവ് അപേക്ഷ കിട്ടുക. അത് നമ്മളെടുത്തേ നടക്കൂ. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും ഈ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഒരു വീട്ടിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഉണ്ടെങ്കിൽ അവര് ലീവ് എടുക്കാൻ, അവരോട് ചോദിച്ചു നോക്കിയാൽ മതി ലീവ് എടുക്കാനുള്ള പ്രയാസം. റവന്യൂവിലും അതേപോലെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാവർക്കും ഇതേ റൂൾ തന്നെയാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വലിയ അന്തരമുണ്ട് എന്നർത്ഥം. അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, സ്കൂൾ ഒരു കുഴപ്പമുണ്ടാക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു HM മനസ്സിലാക്കണം, ലീവ് ആരുടെയും അവകാശമല്ല എന്നും. ഹെഡ് ഓഫ് ദ ഓഫീസിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ലീവ് അനുവദിച്ചു കൊടുക്കാം. അനുവദിക്കാൻ പറ്റാത്ത കേസിൽ അനുവദിക്കാതിരിക്കാം. ഇനി വേണ്ടി വന്നാൽ അനുവദിച്ച ലീവ് റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ തിരികെ വിളിക്കുകയും ചെയ്യാം. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇനി നാളെ പോയി സ്കൂളിൽ ഇനി ആർക്കും ലീവ് ഒന്നും തരില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. ലീവ് അനുവദിക്കാതിരിക്കുമ്പോൾ എന്താണ്, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഇതും കൂടെ പറഞ്ഞിട്ട് പറയാം. അപ്പൊ നമുക്ക് ഒരു ഹെഡ് ഓഫ് ദ ഓഫീസിന് എന്ത് ചെയ്യാം? ലീവ് അനുവദിക്കാം, അനുവദിക്കാതിരിക്കാം. ഇനി അനുവദിച്ച ലീവ് റദ്ദ് ചെയ്ത് തിരികെയും വിളിക്കാം, ശരിയാണ്. പക്ഷേ ഒരാൾ ഒരു ലീവിന് അപേക്ഷ തന്നാൽ ആ അപേക്ഷിച്ച ലീവ് മാത്രമേ അദ്ദേഹത്തിന് സാങ്ഷൻ ചെയ്യാൻ പാടുള്ളൂ. 10 ദിവസം കമ്മ്യൂട്ടർ ലീവ് തന്നു. കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗിൽ ഹെഡ് മാസ്റ്റർ രൂക്ഷമായി വിമർശിച്ച കക്ഷിയാണ് ഇപ്പൊ 10 ദിവസം കമ്മ്യൂട്ടർ ലീവ് തരുന്നത്. ശരി, ഇയാളൊന്ന് പഠിപ്പിച്ചു കളയാം. നിങ്ങൾക്ക് 10 ദിവസം കമ്പ്യൂട്ടർ ലീവ് തരാൻ എനിക്ക് പറ്റില്ല. എന്താണ്, ഞാൻ വേണമെങ്കിൽ 10 ദിവസം ഹാഫ് പേ ലീവ് തരാം. പറയാൻ പറ്റുമോ? റൂൾ 65 നോട്ട് പ്രകാരം ഒരിക്കലും ഹെഡ് മാസ്റ്റർക്ക് പറയാൻ കഴിയില്ല. ലീവ് അനുവദിക്കാം, അനുവദിക്കാതിരിക്കാം. പക്ഷെ ലീവിന്റെ ഇനം മാറ്റി ലീവ് അനുവദിക്കാൻ ഹെഡ് മാസ്റ്റർക്ക് അധികാരമില്ല. ഇനി ചിലപ്പോ ചില മാഷന്മാര് എന്ത് ചെയ്യുന്നറിയോ? ടീച്ചറെ സഹായിക്കാനായിരിക്കും. ചിലപ്പോ വന്നു ചേർന്ന് 2-3 വർഷമായിട്ടായാലും ലീവിനെ കുറിച്ചും ഒരു സംഗതിയും ടീച്ചർക്ക് അറിയില്ല. അപ്പോഴാണ് കല്യാണത്തിന് പോകാൻ 10 ദിവസത്തെ LWAക്ക് അപേക്ഷിക്കുന്നത്. അയ്യോ, ഈ കൊച്ചിന് 2 വർഷം സർവീസായി 40 ഹാഫ് പേ ലീവ് ഉണ്ടല്ലോ, എന്തിനാ LW കൊടുക്കുന്നത്? അത് വെട്ടിയിട്ട് എന്താണ്, അവരെ LW ഒക്കെ ചോദിച്ചിട്ട് അത് മാറ്റി ഹാഫ് പേ ലീവ് ആക്കി മാറ്റാൻ HMന് അധികാരമില്ല. ഇനി വേണം നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ പറയാം, ഇതാ ടീച്ചറെ ഇതിന് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഈ ലീവ് മാറ്റി കൊണ്ടുവരൂ എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ സ്വയം ഒരാൾ അപേക്ഷിച്ച ലീവിന്റെ ഇനം മാറ്റാൻ പാടില്ലാത്തതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, HMന് ഹെഡ് ഓഫ് ദ ഓഫീസിന് ലീവ് അനുവദിക്കാം, അനുവദിക്കാതിരിക്കാം. ഇനി വേണമെങ്കിൽ റദ്ദ് ചെയ്ത് തിരികെ വിളിക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ റൂൾ 65 ആ വ്യവസ്ഥ പാലിക്കുമ്പോൾ, ആ റൂൾ 65 പറഞ്ഞ പ്രകാരം അത് റൂൾ 65 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം. റൂൾ 121 എന്താണ്? ഹെഡ് മാസ്റ്റർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു ലീവ് നിരസിക്കാൻ അനുവാദമില്ല. ഹെഡ് മാസ്റ്റർക്ക് ഒരാൾ അപേക്ഷിച്ച ലീവ് നിരസിക്കാൻ ഹെഡ് മാസ്റ്റർക്ക് സ്വയം അധികാരമില്ല. അയാൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് സർവീസ്, പൊതു താല്പര്യാർത്ഥം ഈ ജീവനക്കാരന്റെ സേവനം ആവശ്യമെന്ന് കണ്ടാൽ മാത്രം ലീവ് നിരസിക്കാം. ഇദ്ദേഹത്തിന്റെ സേവനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘട്ടം ഉള്ളപ്പോൾ മാത്രം ലീവ് അനുവദിക്കാതിരിക്കാം. ഇനി അത് തന്നെയാണെങ്കിൽ തന്നെ താഴെ പറയുന്ന വ്യവസ്ഥ പാലിച്ചുകൊണ്ട് മാത്രമേ ലീവ് നിരസിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു 4 പേരുള്ള ഒരു LP സ്കൂൾ, HM 1, 3 LPSTമാർ.
ചിത്രം മനസ്സിൽ വന്നോ? ചിത്രം മനസ്സിൽ വന്നോ? നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കും ഉറക്കം വരും, നിങ്ങൾക്കും ഉറക്കം വരും. വന്നു സാർ. യെസ്, ഒരു LPST അവിടെ ഒരു HM, സോറി, ഒരു 4 പേരുള്ള ഒരു LP സ്കൂൾ, അവിടെ ഒരു HM, 3 LPSTമാർ. ഒരു ദിവസം വൈകുന്നേരം 3 അധ്യാപകരും ലീവ് ലെറ്ററുമായിട്ട് വരുന്നു. നാളെ ഞാൻ കമ്പ്യൂട്ടർ ലീവാണ്. മറ്റയാളും പറയുന്നു നാളെ ഞാനും കമ്പ്യൂട്ടർ ലീവാണ്. ഞാനും കമ്പ്യൂട്ടർ 3ാമത്തെ ആളും. HM ഇവരെ മുഖത്ത് നോക്കി. എന്ത് ചെയ്യും? ഞാനെന്താ ചെയ്യാ? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ടീച്ചറെ. നാളെ എനിക്ക് ഇന്ന് ആവശ്യമുണ്ട്. മറ്റേ പറഞ്ഞു എനിക്ക് ഇന്ന് ആവശ്യമുണ്ട്. അതിന്റെ അടുത്ത ആൾ പറഞ്ഞു എനിക്ക് ഇന്ന് ആവശ്യമുണ്ട്. അപ്പൊ HMന് ഉറപ്പായി റൂൾ 65 റൂൾ 121 ഞാൻ പ്രയോഗിക്കേണ്ടി വരും. HM ചിന്തിച്ചെന്താന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഏതെങ്കിലും ഒരു കുട്ടി ബെഞ്ച് മറച്ച് ഒരു കുട്ടിയുടെ അതിനൊന്ന് ആശുപത്രി പോകുമ്പോൾ പകരം ഒരാൾ ഇവിടെ വേണ്ടേ? ശരി, ഒരാളുണ്ട് എനിക്ക് സ്കൂൾ നടത്തിക്കൊണ്ടുപോകാമെന്ന് HMന് ധൈര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? 2 ആൾക്ക് ലീവ് അനുവദിച്ചു കൊടുക്കാം, ഒരാൾക്ക് ലീവ് നിഷേധിക്കേണ്ടി വരും. അപ്പൊ ആരുടെ ലീവ് നിഷേധിക്കും? ഒരു പ്രശ്നമല്ലേ? ആരുടെ ലീവ് നിഷേധിക്കും? ആദ്യം പരിഗണിക്കേണ്ടത് ഇത് ആരുടെയെങ്കിലും അപേക്ഷ തൽക്കാലം മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരുടെ ലീവ് തൽക്കാലം മാറ്റിവെക്കാൻ ഒരു കോംപ്രമൈസ്. ദ ഓഫീസർ ഹു ക്യാൻ ഫോർ ദ ടൈം ബീങ് ബെസ്റ്റ് ബി സ്പെയർഡ്. തൽക്കാലം മാറ്റിവെക്കാവുന്നത് ആരതാണോ അയാളുടേത് മാറ്റിവെക്കുക. ശരി, 3 പേരും ഒറ്റ ശ്വാസത്തിൽ എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ശരി, എന്നാ അടുത്ത ഓപ്ഷൻ എടുക്കാം. എന്താ അടുത്ത ഓപ്ഷൻ? ആരുടെ ക്രെഡിറ്റിലാണോ കൂടുതൽ ലീവ് ഉള്ളത് അയാൾക്ക് തൽക്കാലം ലീവ് അനുവദിക്കാം. അപ്പൊ 3-ല് ഏറ്റവും കൂടുതൽ ലീവ് ക്രെഡിറ്റിൽ ബാക്കിയുള്ള 2 പേർക്ക് ലീവ് അനുവദിക്കും. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? 3 പേരെയും കൂടി നിങ്ങൾക്ക് ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ ലീവ് മാറ്റിവെക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് പരിശോധിച്ചു. രക്ഷയില്ല. അടുത്തെന്താ നോക്കുന്നത്? ദ എമൗണ്ട് ഓഫ് ലീവ് ഡ്യൂ. ഓരോരുത്തരുടെയും ക്രെഡിറ്റിൽ ലീവിന്റെ എമൗണ്ട് നോക്കി. ശരി, അത് ഏതാണ്ട് തുല്യമാണ്. അങ്ങനെ ഒരു ലീവിന്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടേതും ഏതാണ്ട് തുല്യമായിട്ട് തന്നെയാണ് ഉള്ളത്. ഒരാളുടേത് വളരെ കൂടുതലും രണ്ടാളുടേത് വളരെ കൂടുതലും ഒരാളുടേത് വളരെ കുറവാണെങ്കിൽ അവിടെ തീർക്കാം. നമുക്ക് കൂടുതൽ ലീവുള്ള ആൾക്ക് ലീവ് അനുവദിച്ചു കൊടുക്കാം. കുറവുള്ള ആളോട് നാളെ നിങ്ങളുടെ പരിപാടി മാറ്റിവെക്കാൻ വേണ്ടി പറയാം. അപ്പം 3 പേരുടേതും സമാനമാണെങ്കിലോ അടുത്ത ഓപ്ഷൻ എന്താണ്? ഓരോരുത്തരും കഴിഞ്ഞ ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവരുടെ ജോലിയിലുള്ള അവരുടെ താല്പര്യവും സ്വഭാവവും പരിഗണിക്കാം. അവസാനം ലീവ് എടുത്ത് വന്നതിന് ശേഷമുള്ള ഇവരുടെ എമൗണ്ട് ആൻഡ് ക്യാരക്ടർ ഓഫ് സർവീസ് റെൻഡേർഡ് ബൈ ഈച്ച് ആപ്ലിക്കന്റ്, ഓരോരുത്തരുടെയും ചെയ്ത ജോലിയുടെ സ്വഭാവവും അതിൻ്റെ ഒരു എമൗണ്ടും. വെറും 10 മണി വന്ന് 4 മണിക്ക് പോയത് ആണോ, അതല്ല എക്സ്ട്രാ കൂടുതൽ സമയം സ്കൂളിൽ ചെലവഴിച്ച് അവിടെ, അതാണ് പറഞ്ഞത് ദ എമൗണ്ട് ആൻഡ് ക്യാരക്ടർ ഓഫ് സർവീസ് റെൻഡേർഡ് ബൈ ഈച്ച് ആപ്ലിക്കന്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി വർക്ക് ചെയ്ത 2 ആൾക്ക് തൽക്കാലം ലീവ് കൊടുത്തു. അടുത്ത ഓപ്ഷൻ അതാണ്. അത് നോക്കുമ്പോൾ 3 ആളും സൂപ്പറാണ്, ഒരു രക്ഷയില്ല. 3 ആളും മരിച്ചു പണിയെടുക്കുന്ന കക്ഷികളാണ്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ, നേരത്തെ ഏതെങ്കിലും ഒരു ലീവിലിരിക്കെ ആരെങ്കിലും തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിച്ച ആളെ ആദ്യം പരിഗണിക്കുക. The fact that any such applicant was compulsory record, ലീവിലിരിക്കെ തിരിച്ചു വിളിക്കപ്പെട്ട ആരെങ്കിലും ഇതിലുണ്ടോ അവർക്ക് ലീവ് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ നേരത്തെ ലീവിന് ചോദിച്ചിട്ട് റെഫ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഇപ്പൊ പരിഗണിക്കാം.
അപ്പോ ഈ ഒരു 5 ടൈ ബ്രേക്കറിലൂടെ വേണം ഒരാളുടെ ലീവ് നിഷേധിക്കാൻ. ഇപ്പൊ 10 ആളുള്ള സ്കൂള്, ഒരു 2 പേര് ലീവ് ചോദിച്ചു, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സ്റ്റാഫ് മീറ്റിംഗിൽ HM 2 വർത്താനം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അക്കാരണം കൊണ്ട് ലീവ് നിഷേധിച്ചൂടാ. എന്ത് വേണം? ഈ 2 പേരുടെ ലീവ് നിഷേധിക്കുന്നത് പറഞ്ഞോ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രകാരമായിരിക്കണം, പൊതു താല്പര്യം. ഈ ലീവ് നിഷേധിക്കുമ്പോൾ ഒരു പൊതു താല്പര്യം അവിടെ കാണണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞേ? അടുത്ത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്താണ്? ഏത് ലീവ് പീരീഡിന്റെ മുമ്പേയും ഹോളിഡേയ്സ് വന്നാൽ പ്രിഫിക്സ് ചെയ്യാം, ഏത് ലീവിന് ശേഷം ഹോളിഡേയ്സ് വന്നാലും സഫിക്സ് ചെയ്യാം, റൂൾ 68 പ്രകാരം. ഏത് ലീവ് പീരീഡിന്റെ മുമ്പേയും ഹോളിഡേയ്സ് വന്നാൽ പ്രിഫിക്സ് ചെയ്യാം, ഏത് ലീവിന് ശേഷം ഹോളിഡേയ്സ് വന്നാലും സഫിക്സ് ചെയ്യാം. ഒരാളുടെ ലീവ് അപേക്ഷ നോക്കിയേ, കാണാവോ? സ്ക്രീനിൽ കാണാവോ? അവിടെ 11ാം കോളത്തിൽ അവരെഴുതിയത് കണ്ടോ? ഹോളിഡേ ഇഫ് എനി പ്രപ്പോസ് ടു ബി പ്രിഫിക്സ്ഡ് ഓർ സഫിക്സ് ടു ലീവ്, പ്ലീസ് പ്രിഫിക്സ് ഹോളിഡേയ്സ് ഫ്രം 18/1/2025 ടു 19/1/2025 ആൻഡ് സഫിക്സ് ഹോളിഡേയ്സ് ഫ്രം 25/1/2025 ടു 26/1/2025. നേരത്തെ ഒരു ടീച്ചർ കമ്മ്യൂട്ടർ ലീവിന്, ഷീല എന്നുള്ള ടീച്ചർ കമ്മ്യൂട്ടർ ലീവിന് അപേക്ഷ കൊടുത്താണ്. കമ്മ്യൂട്ടർ ലീവ് ഫോർ 5 days ഫ്രം 20/1/2025 ടു 24/1/2025. അതിന് തൊട്ട് മുമ്പേ ഹോളിഡേയ്സ് ആണ്, 18-ാം തീയതിയും 19-ാം തീയതിയും, ശനിയും ഞായറും. അത് പ്രിഫിക്സ് ചെയ്തു. 25-ഉം 26-ഉം ശനിയും ഞായറുമാണ്, അത് സഫിക്സ് ചെയ്തു. എങ്ങനെ എഴുതി? പ്ലീസ് പ്രിഫിക്സ് ഹോളിഡേയ്സ് ഫ്രം 18/1/2025 ടു 19/1/2025 ആൻഡ് ടു സഫിക്സ് ഹോളിഡേയ്സ് ഫ്രം 25/1/2025 ടു 26/1/2025. അപ്പോ എന്ത് തന്നെയാലും ഒരു ഹെഡ് മാസ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ലീവ് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, എന്ത് വേണം? അത് പൂരിപ്പിച്ചതൊക്കെ കറക്റ്റ് ആണോ നോക്കണം. ഒരു ലീവ് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോളങ്ങളൊക്കെ പൂരിപ്പിച്ചത് കറക്റ്റ് ആണോ നോക്കണം. നെയിം ഓഫ് ആപ്ലിക്കന്റ് ഷീല, ഡേറ്റ് ഓഫ് ബർത്ത് 20/5/1979 ശരിയാണ്. പോസ്റ്റ് ഹെൽഡ് HSA മാത്സ്, എഡ്യൂക്കേഷൻ, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ആൻഡ് സെക്ഷൻ എഡ്യൂക്കേഷൻ, KUM HSS മലപ്പുറം, സ്കൂളിന്റെ പേരും ഡിപ്പാർട്ട്മെന്റ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേ ആൻഡ് സ്കെയിൽ ഓഫ് പേ, ബേസിക് പേ എഴുതി, അവരുടെ സ്കെയിൽ ഓഫ് പേ എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് എൻട്രി സർവീസ് 25/7/21, കണ്ടിന്യൂ സർവീസും സെയിം ഡേയ്സിലാണ്. അഡ്രസ് ഡ്യൂറിംഗ് ലീവ് പീരീഡിലുള്ള അഡ്രസ് എഴുതിയിട്ടുണ്ട്. അപ്പോ എന്താണ്? ഹൗസ് റെന്റ് അലവൻസ് എഴുതിയിട്ടില്ല, അത് എഴുതിപ്പിക്കണം. നാച്ചർ ആൻഡ് പീരീഡ് ഓഫ് ലീവ് അപ്ലൈഡ് ആൻഡ് ഡേറ്റ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് റിക്വയർഡ് കൃത്യമായി എഴുതണം. കമ്മ്യൂട്ടർ ലീവ് ഫോർ നാച്ചർ, കമ്മ്യൂട്ടർ ലീവ് ഫോർ പീരീഡ് 5 days ഫ്രം ഏത് ഡേറ്റ് മുതൽ? 20/1/2025 ടു 24/1/2025. ഹോളിഡേ പ്രിഫിക്സ് ചെയ്യാനോ സഫിക്സ് ചെയ്യാനുണ്ടോ? ഉണ്ട്. പ്ലീസ് പ്രിഫിക്സ് ഹോളിഡേസ് ഫ്രം 18/1/2025 ടു 19/1/2025 and to suffix holidays from 25/1/2025 to 26/1/2025. Purpose for which leave is applied for personal affairs. Date of return from last leave and nature and period of that leave.
കഴിഞ്ഞ ലീവ് കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു വന്നത്? ഈ ലീവ് എടുക്കുന്നതിന് മുമ്പേ തൊട്ട് മുമ്പുള്ള ലീവ് എടുത്തതെന്നാണ് 6/7/22. ഏതായിരുന്നു ഇത്? 6/7/22 ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തായിരുന്നു. ഏതായിരുന്നു ലീവ്? കമ്മ്യൂട്ടർ ലീവ് ഫോർ 5 days ഫ്രം 1/7/24 ടു 5/7/24 ആണ്. ഇതെന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലീവ് സാങ്ഷൻ ചെയ്യുന്നതിന് മുമ്പേ ഇതിന്റെ തൊട്ടു മുമ്പുള്ള ലീവ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പാക്കണം. അപ്പൊ ഈ ടീച്ചർ പറയുന്നു, ഷീല ടീച്ചർ പറയുന്നു, എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ 6/7/22 ലീവ് എടുത്തിട്ടുണ്ട്. 6/7/22 ഞാൻ ലീവ് കഴിഞ്ഞ് തിരികെ വന്നിട്ടുണ്ട്. അതിന്റെ ആ ലീവ് 5 ദിവസം 1/7/24 മുതൽ 5/7/24 വരെയുള്ള ലീവാണ്. ശരിക്കും അപ്പൊ ഞാനെന്ത് നോക്കണം? സർവീസ് ബുക്കിലെ ലീവ് അക്കൗണ്ട്, ലാസ്റ്റ് പേജിൽ ലീവ് അക്കൗണ്ട് ഉണ്ട്. ആ ലീവ് അക്കൗണ്ട് എടുത്തിട്ട് 1/7/24 മുതൽ 5/7/24 വരെയുള്ള ലീവിന്റെ എൻട്രി ഉണ്ടോ? അത് എത്ര ദിവസം കമ്മ്യൂട്ടർ ലീവാണ്? അത് ഹാഫ് പേ ലീവ് എത്ര അക്കൗണ്ട് എന്ന് പറയും. അതും കഴിഞ്ഞ് ബാക്കി ബാലൻസ് ലീവ് എത്രയാണെന്നൊക്കെ ഞാൻ ലീവ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അടുത്ത് എന്ത് നോക്കണം? സർവീസ് ബുക്കിലെ റണ്ണിങ് എൻട്രിയിൽ ഈ ലീവ് സാങ്ഷൻ ചെയ്തതിന്റെ രേഖപ്പെടുത്തൽ ഉണ്ടോ? സാങ്ഷൻഡ് കമ്മ്യൂട്ടർ ലീവ് ഫോർ 5 days ഫ്രം 1/7/24 ടു 5/7/24 ആസ് പെർ ഓർഡർ നമ്പർ LD ഈസ് -2024 ഡേറ്റഡ് 1/7/24 എന്ന് പറഞ്ഞ് ഈ ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ? ഇത് രണ്ടും ഉണ്ട് എന്ന് ഉറപ്പാക്കിയാൽ, രണ്ടും മീൻസ് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ലീവ് അക്കൗണ്ട് സർവീസ് ബുക്കിന്റെ അവസാന ഭാഗത്ത്, ലീവ് അക്കൗണ്ട് സർവീസ് ബുക്കിന്റെ അവസാന ഭാഗത്ത് റണ്ണിങ് എൻട്രി സാങ്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്നത്, ഇത് രണ്ടും കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. അതിനുശേഷം വേണം ഈ ലീവ് സാങ്ഷൻ ചെയ്യാൻ. ചിലപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കാം ഈ നിയമനിർമ്മാതാക്കൾ ഇങ്ങനെ ഒരു കോളം ഇതിൽ വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധ്യതയില്ലേ? പറ, നിങ്ങളത്തെ കൂടെ ഉണ്ടോ? പ്രയാസമായിട്ട് തോന്നില്ലല്ലോ. മെറ്റേണിറ്റി ലീവില് സഫിക്സും പ്രിഫിക്സും ഒന്നും വേണ്ടല്ലോ. മെറ്റേണിറ്റി ലീവിന് സഫിക്സും പ്രിഫിക്സും ഇല്ലാതെ എങ്ങനെയാ പിന്നെ ചെയ്യാം? വേണം. ഇപ്പൊ ഒരു ടീച്ചർ, ഒരു ഉദാഹരണം പറയാം. ഒരു ടീച്ചറ് കാണാമോ? 15/5/2025 മുതൽ മെറ്റേണിറ്റി ലീവ് പ്രസവിച്ചു എന്ന് വിചാരിക്കും. 15/7/2025 പ്രസവിച്ചു എന്ന് വിചാരിക്കും. 15/7/2025 മുതൽ ഇവർ ലീവ് എടുക്കണ്ടേ? അല്ലേ? വേണോ വേണ്ടേ പറയൂ. ജൂൺ 1-ാം തീയതി മുതൽ ലീവ് എടുത്താൽ മതിയോ? പോരാ, 15/5/25 മുതൽ എടുക്കണം. 15/5/25 ടു 180 ദിവസം. ഒരു ഒക്ടോബർ 13 വരെയാണോ എന്ന് മറ്റേ വിചാരിച്ചോ? 13, ഇത് ശരിയല്ലേ? ഞാൻ വെറുതെ എഴുതിയതാണേ. 13/10/25 വരെയാണെന്ന് വിചാരിക്കും. ശരി, 15/5/25 തൊട്ട് ഈ ലീവ് പീരീഡിന്റെ, ഇതാണ് ലീവ് പീരീഡ്. ഈ ലീവ് പീരീഡിന്റെ തൊട്ട് മുമ്പേ എന്താ ഉള്ളത്? സമ്മർ വെക്കേഷൻ. പറയൂ. സമ്മർ വെക്കേഷൻ ആണ് അല്ലേ? അപ്പൊ എന്ത് വേണം? പ്ലീസ് പ്രിഫിക്സ്, ഈ ലീവിന് പ്ലീസ് പ്രിഫിക്സ് സമ്മർ വെക്കേഷൻ ഫ്രം 29/3/25 ടു 14/5/25
14, 5, 25 and to suffix and to suffix 14, 10, 25 and 15, 10, 25 holidays. Okay. ഇരുപത്തൊമ്പത് 3, 25 മുതൽ 14, 5, 25 വരെയുള്ള സമ്മർ വെക്കേഷനും അതിനുശേഷം 13-ാം തീയതി വരെ ഇവർ ലീവാണ്. 14-ാം തീയതിയും 15-ാം തീയതിയും ഹോളിഡേയ്സ് ആണ്. അത് സഫിക്സും ചെയ്തുകൊണ്ട് കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ ടീച്ചറെ? പറയൂ. വേണം. ഓക്കെ സാർ. ഓക്കെ വേണം. ഓക്കെ. ഇനി ലീവായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട ഒന്ന് വ്യക്തമാക്കി തരുമോ? എങ്ങനെ പ്രിഫിക്സ് സഫിക്സ് എന്നുള്ള ഒന്ന് വ്യക്തമാക്കി തരുമോ? എന്താണ് പ്രിഫിക്സും എന്താണ് സഫിക്സും? അതായത് ഏതൊരു ലീവ് പീരീഡിന്റെ മുമ്പേയും ഹോളിഡേയ്സ് വരികയും ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സ് വരികയാണെങ്കിലും അത് ലീവിന്റെ ഭാഗമായി മാറില്ല. അത് ഡ്യൂട്ടിയായി പരിഗണിക്കും. ഒരു ലീവ് പീരീഡിന്റെ മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഒഴികെ അത് ഡ്യൂട്ടിയായി പരിഗണിക്കും. അതുപോലെ തന്നെ ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സ് വന്നാൽ അതും ഡ്യൂട്ടിയായി പരിഗണിക്കും. ഇദ്ദേഹം ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ശമ്പളത്തിൽ വ്യത്യാസം വരൂ, അല്ലെങ്കിൽ ലീവ് സാലറി ഉണ്ടാവും. അത് ഒരു ലീവ് പീരീഡിന്റെ മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ അതിനെ പ്രിഫിക്സ് ചെയ്തുകൊണ്ട്, ലീവിന്റെ തൊട്ടു മുമ്പേയുള്ള ഹോളിഡേയ്സ് പ്രിഫിക്സ് ചെയ്തുകൊണ്ട് ഡ്യൂട്ടിയായി കണക്കാക്കും. ശേഷം വരികയാണെങ്കിൽ സഫിക്സ് ചെയ്തുകൊണ്ട് ഡ്യൂട്ടിയായി പരിഗണിക്കും. ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പീരീഡും കൂടെ ലീവിന്റെ ഭാഗമാകാതെ ഡ്യൂട്ടിയായി നിർത്തുന്ന പരിപാടിയാണ്. ലീവിന്റെ തൊട്ടു മുമ്പേയുള്ള ഹോളിഡേയ്സ് ലീവിന്റെ ഭാഗമാകാതെ ഡ്യൂട്ടിയായി നിലനിർത്തതാണ് പ്രിഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സോ വെക്കേഷനോ വന്നിട്ടുണ്ടെങ്കിൽ അത് സഫിക്സ് ചെയ്തുകൊണ്ട് ഡ്യൂട്ടിയായി ക്രമീകരിക്കുന്ന ഏർപ്പാടാണ് സഫിക്സ് എന്നും പറയുന്നത്. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രിഫിക്സും സഫിക്സും അനുവദിക്കണമെങ്കിൽ മറ്റ് ചില കണ്ടീഷൻസും കൂടെ പാലിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പ്രിഫിക്സും സഫിക്സും അനുവദിക്കാൻ പറ്റാത്ത ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ലീവ് അപേക്ഷയിൽ പ്ലീസ് പ്രിഫിക്സ്. അവിടെ വലിയ കുഴപ്പമില്ല, എനിക്ക് ഈ ഹോളിഡേയ്സിൽ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഡ്യൂട്ടി ഒന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് പ്രിഫിക്സ് ചെയ്ത് തരണം. ആ ദിവസങ്ങൾ എന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിഫിക്സ് അനുവദിക്കില്ല. ശരി. ഇനി അടുത്തത് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇത് ഇന്ന് തൊട്ട് മുമ്പേ, കുറച്ച് മുമ്പേ ബാലുശ്ശേരിയുള്ള ഒരു ടീച്ചറെ വിളിച്ച ഒരു സംശയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ പോകുന്നത്. ഒരു ടീച്ചറ് ഡേറ്റ് അവർ പറഞ്ഞതൊന്നല്ല, സങ്കല്പമാണ്. 1/8/24 2/8/24 ഇത് ഹോളിഡേയ്സ് ആണ്. ഇത് സൺഡേ ആണ്, ഇത് സാറ്റർഡേ ആണ്, ഇത് സൺഡേ ആണ്.
1/9/24 മുതൽ 9/9/24 വരെ ഓണം ഹോളിഡേയ്സ് ആണ്. ഓണം ഹോളിഡേയ്സ്. ഈ സംഗതി മനസ്സിലായല്ലോ എന്താണുള്ളത്? മനസ്സിലായോ? ഇത് 2 ദിവസം 1/8/24, 2/8/24 സൺഡേയും സാറ്റർഡേയും സൺഡേ ആണ്. 1/9/24 ടു 9/9/24 ഓണം ഹോളിഡേയ്സ് ആണ്. ഓക്കെ, ഈ ഡേയ്സ് നിങ്ങളുടെ മനസ്സിൽ വന്നോ? മനസ്സിൽ വന്നോ? ഓക്കെ. ഒരു സ്കൂള് അധ്യാപകന് 1/8/24 രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരു അപകടം സംഭവിച്ചു. ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണ്, അല്ലെങ്കിൽ ബൈക്ക് ഒരു ബസ്സുമായി ഇടിച്ച് ആശുപത്രിയിലായി. ഡോക്ടർ പറഞ്ഞു ഏതാണ്ട് ഒരു മാസവും 5 ദിവസവും മിക്കവാറും ലീവ് എടുക്കേണ്ടി വരും. അവർ പറഞ്ഞത് 1/8/24 മുതൽ 5/9/24 വരെ ഒരു 36 ദിവസം നിങ്ങൾ ലീവ് എടുക്കേണ്ടി വരും, റെസ്റ്റ് വേണം. 1/8/24 മുതൽ 5/9/24 വരെ 36 ദിവസത്തെ ലീവ് നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. 1/8/24 മുതൽ 2/8/24, 1/8ഉം 2/8ഉം ഹോളിഡേയ്സ് ആണ്. 1/9/24 മുതൽ 9/9/24 വരെ ഓണം ഹോളിഡേയ്സും ആണ്. ഇദ്ദേഹത്തിന് 1/8/24 ഒരു ആക്സിഡന്റ് പറ്റി. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 1/8/24 മുതൽ 5/9/24 വരെ. 6-ാം തീയതി എനിക്ക് കുഴപ്പമൊന്നുമില്ല, 6/9/24 മെഡിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റും കൊടുത്തു. 6/9/24 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്റെ ചോദ്യം ഇതാണ്, ഇദ്ദേഹം എന്ന് മുതൽ എന്ന് വരെ ലീവ് എടുക്കണം? നേരത്തെ എന്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരാണ് മറുപടി പറയേണ്ടത്, മറ്റാരും പറയരുത്. എന്ന് മുതൽ എന്ന് വരെ ലീവ് എടുക്കണം? 3/8 മുതലല്ലേ? യെസ്, 3/8/24 മുതൽ എവിടം വരെ? പിന്നെ ഈ 1/9 തൊട്ട് മുന്നത്തെ ദിവസം വരെ. അപ്പൊ 31/8 വരെ അല്ലേ? 31/8/24 വരെ ലീവ് എടുക്കണം. അതാണ് ടീച്ചറുടെ അഭിപ്രായം. അല്ല, പിന്നെ ഓണം ഹോളിഡേയ്സ് അല്ലേ? അത് സഫിക്സ് ചെയ്യാം, അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ 36 ദിവസം ലീവ് ഒന്നും എടുക്കണ്ട, 29 ദിവസം ലീവ് എടുത്താൽ മതി അല്ലേ? അതല്ല, അത് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ രണ്ടായിട്ട് കൊടുക്കാൻ പറ്റുമോ? പിന്നെയും ഉണ്ടല്ലോ ദിവസങ്ങള്, 9 അല്ല 5/9 അല്ലേ? 1/9/24 മുതൽ 9/9/24 വരെ ആണല്ലോ ഹോളിഡേയ്സ്. അപ്പൊ ഹോളിഡേയ്സിന്റെ തലേ ദിവസം വരെ ലീവ് എടുത്തു, 31/8 വരെ. ഹോളിഡേയ്സ് നേരത്തെ പറഞ്ഞ പോലെ സഫിക്സും ചെയ്തു എന്നല്ലേ ടീച്ചർ പറഞ്ഞത്? ഓക്കെ, മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ?
പറയൂ. ആക്സിഡന്റ് സംഭവിച്ചത് 1-ാം തീയതി അല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ പ്രശ്നം വരില്ലേ? ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളപ്പോ നമ്മൾ അങ്ങനെ ലീവ് കൊടുത്താൽ പ്രശ്നം വരില്ലേ? യെസ്, അത് വളരെ വ്യക്തമായി KSR അഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ 3/8/24 മുതൽ 31/8/24 വരെ ലീവ് അനുവദിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? KSRലെ പാർട്ട് ഫസ്റ്റ് റൂൾ 14 പ്രകാരം ഏതൊരു ജീവനക്കാരനും അയാൾക്ക് ശമ്പളം നൽകുന്ന ഗവൺമെന്റിന്റെ ഡിസ്പോസലിലാണ്. എന്ന് പറഞ്ഞാൽ അയാൾ 10 മുതൽ 5 മണി വരെയുള്ള സമയമല്ല അയാളുടെ ജോലി ടൈം. അത് സാധാരണ രീതിയിൽ ഒരു റുട്ടീനായിട്ട് ചെയ്യേണ്ട സമയം. പക്ഷെ എന്താണ്, ഏതൊരു ഗവൺമെന്റ് ജീവനക്കാരനും അയാൾക്ക് ശമ്പളം നൽകുന്ന, അയാളുടെ മുഴുവൻ സമയവും അയാൾക്ക് ശമ്പളം നൽകുന്ന ഗവൺമെന്റിന്റെ ഡിസ്പോസലിലാണ്. ഏത് സമയം എന്ത് ജോലി പറഞ്ഞാലും അദ്ദേഹം നിർവഹിച്ചിരിക്കണം, എക്സ്ട്രാ റെമ്യൂണറേഷൻ ചോദിക്കാതെ. അതാണ് റൂൾ 14. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. KSR എടുത്തിട്ട് റൂൾ 14 പാർട്ട് ഫസ്റ്റിലെ റൂൾ 14 ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഏത് സമയത്തും നിങ്ങളോട് ഡ്യൂട്ടി ആവശ്യപ്പെടും, ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യപ്പെടും, അപ്പൊ വന്നോളണം. ആ വരാം എന്നുള്ള കണ്ടീഷനിലാണ് നിങ്ങൾക്ക് പ്രിഫിക്സും സഫിക്സും ഒക്കെ തരുന്നത്. നിങ്ങൾ ലീവിലല്ലാത്ത പ്രിഫിക്സ് ചെയ്ത ദിവസങ്ങളിലോ സഫിക്സ് ചെയ്ത ദിവസങ്ങളിലോ നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വന്നിരിക്കണം. അതുകൊണ്ടാണ് ആ ദിവസം ഡ്യൂട്ടിയായി കണക്കാക്കി നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇല്ലേ അതും കൂടെ ലീവായി പോവുമായിരുന്നു. ഈ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം 1/8 വിളിച്ചാൽ ഇദ്ദേഹം വരുമോ? അപകടം പറ്റിയില്ലേ? ഇല്ല, വരൂല. വരില്ല. 2/8 വിളിച്ചാൽ വരുമോ? വരില്ല. 5-9-24 വരെയും വിളിച്ചാൽ വരില്ലല്ലോ. അപ്പൊ വരുന്നില്ലെങ്കിൽ എന്ത് വേണം? വരാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ ഒരു സംശയം വേണ്ട, ലീവ് ആവണം. അപ്പോ ഒരാള് മെഡിക്കലി അൺഫിറ്റ് ആവുകയാണെങ്കിൽ, എന്നാണ് മെഡിക്കലി അൺഫിറ്റ് ആവുന്നത് അന്ന് മുതൽ അദ്ദേഹം ലീവിൽ പ്രവേശിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഡേറ്റ് ഇട്ടത് 1/8/24 എന്നാണെങ്കിൽ 1/8/24 മുതൽ അദ്ദേഹം ലീവിൽ പ്രവേശിക്കണം. എവിടം വരെ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ തലേ ദിവസം വരെ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നാണ്? 6/9/24. 6/9 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്കിൽ 6/9 അദ്ദേഹം ഓഫീസിലെത്തണം. 5/9 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്കിൽ 5/9 സൈൻ ചെയ്യണം. 5/9 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് 6-ാം തീയതി വന്നാൽ പോരാ. ഇനി 5-ാം തീയതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ 6-ാം തീയതി വരാം. പക്ഷെ എന്ത് വേണം? 5-ാം തീയതി ഹോളിഡേയ്സ് ആണ്. അല്ല, അധ്യാപകനല്ലേ? അതെ, അധ്യാപകനാവുമ്പം പിന്നെ അന്ന് ഹോളിഡേയ്സ് അല്ലേ? ഓണം ഹോളിഡേയ്സ് അല്ലേ? അതില് പക്ഷെ ഇദ്ദേഹത്തെ ഓണം ഹോളിഡേയ്സിൽ എന്തെങ്കിലും ഡ്യൂട്ടിക്ക് വിളിച്ചാൽ ഇദ്ദേഹത്തിന് വരാൻ പറ്റുമോ ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. വരാൻ പറ്റില്ല. പറ്റില്ല. കാരണം എന്താണ്? എന്താ വരാത്ത? അൺഫിറ്റ് ആണ്. കാലുപൊട്ടി കിടക്കാണ്, പ്ലാസ്റ്റർ ഇട്ട് കിടക്കാണ്. 5-ാം തീയതി വൈകുന്നേരം പോയിട്ടാ വെട്ടുന്നത്. 6-ാം തീയതിത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 6-ാം തീയതി ഇദ്ദേഹം വിളിച്ചേ വരും. അപ്പൊ എന്താണ്? ഒരാള് മെഡിക്കലി അൺഫിറ്റ് ആണെങ്കിൽ എന്ന് അൺഫിറ്റ് ആവുന്നു, അത് ഹോളിഡേയ്സിലായാലും ശരി ഡ്യൂട്ടി ഡേയ്സിലായാലും ശരി, അൺഫിറ്റ് ആവുന്ന അന്ന് മുതൽ ലീവ് എടുക്കണം. എവിടം വരെ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ തലേ ദിവസം വരെ ലീവ് എടുക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നാണ് 6/9/24 5/9/24 വരെ ഇദ്ദേഹം ലീവ് എടുത്തേ പറ്റും. അത് ഹോളിഡേ ആണെങ്കിലും ലീവ് എടുക്കണം, വർക്കിംഗ് ഡേ ആണെങ്കിലും ലീവ് എടുക്കണം. ക്ലിയർ? ക്ലിയർ. ശരി. അപ്പൊ ഒരാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പോ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ശരി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് എന്താണോ അന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ ലീവ് ആരംഭിക്കണം.
അപ്പൊ നമ്മുടെ മനസ്സിൽ കറക്റ്റ്. പിന്നെ സംശയത്തിൽ ഇടപെടാൻ പാടില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഡേറ്റ് ഇട്ടതെന്നാണ് 1-ാം തീയതി. അത് പിന്നെ എന്താ ആലോചിക്കരുത്, അന്ന് ഹോളിഡേ ആണോ വർക്കിംഗ് ഡേ ആണോ ഒന്നും ആലോചിക്കരുത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്താണോ അന്ന്. സർ അവിടെ ഫിറ്റ്നസ് കിട്ടുന്നത് 6-ാം തീയതി, 9-ാം തീയതി വരെ ഓണം ഹോളിഡേ ആണല്ലോ. അപ്പോ അത് ഫിക്സ് ചെയ്തുകൂടെ? ബാക്കി 5-ാം തീയതി വരെ ലീവ്, 6-ാം തീയതി മുതൽ സഫിക്സ് ചെയ്യും. 6, 9, 24 മുതൽ സഫിക്സ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ സർ. ക്ലിയർ ആണ്. ആർക്കെന്താ സംശയം? ബാക്കി എന്തെന്നെ പറയണം. വേഗം അയാളുടെ ലീവ് അക്കൗണ്ടിൽ നിന്ന് 36 ലീവ് പോവും അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ. മറ്റൊരാള് 1/9/24 മുതൽ 9/9/24 വരെ ഓണം ഹോളിഡേസ്. 21/9/24 മുതൽ 21/12/24 മുതൽ 30/12/24 വരെ ക്രിസ്മസ് ഹോളിഡേയ്സ്. ഓക്കെ. ഒരാൾക്ക് 5/9/24 മുതൽ ഒരാൾ അൺഫിറ്റായി, മെഡിക്കലി അൺഫിറ്റായി. ഡോക്ടർ 25-ാം തീയതിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. 25/12/24 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. 5/9/24 മുതൽ 24/12/24 വരെ it is covered by medical certificate. It is covered by medical certificate. എന്ന് മുതൽ ലീവ് എടുക്കണം? 5-ാം തീയതി മുതൽ. യെസ്, 5/9/24 മുതൽ 24/12/24 വരെ ലീവ് എടുക്കണം. 5-ാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള ഹോളിഡേസ്. ദാറ്റ് മീൻസ് 1/9/24 to 4/9/24 to 4/9/24 വരെയുള്ള ഹോളിഡേസ് പ്രിഫിക്സ് ചെയ്യാം. പിന്നെയോ 25/12/24 മുതൽ 30/12/24 വരെയുള്ള ഹോളിഡേസ് സഫിക്സും ചെയ്യാം. ഓക്കെ. ക്ലിയർ ആയോ? ശരി. അങ്ങനെയാണെങ്കിൽ അതിനോട് ഓർമ്മിക്കേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് മുതൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് പറ. ലീവാകണം. അതെന്താ ഓർക്കാത്തത്? മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് ലീവാകണം. ലീവായോ? ഉറക്കം വരുന്നുണ്ടോ? മനസ്സിലായി, പറഞ്ഞത് എന്തെന്ന് മനസ്സിലായി. സാറേ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് അറിയുന്നത് 25-ാം തീയതിയോ? അല്ല, 5-ാം തീയതി. 5/9/24 മെഡിക്കൽ. മറ്റേത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് അല്ലേ? 5/9/24 മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എങ്കിൽ 5/9/24 മുതൽ ലീവ് എടുക്കണം. എന്നുവരെ ലീവ് എടുക്കണം? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന്റെ തലേ ദിവസം വരെ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലെ ഡേറ്റിന്റെ തലേ ദിവസം വരെ ലീവ് ആകണം. ഫിറ്റ്നസ് 25/12/24 എന്ന് വരെ ലീവ്? 24/12/24 വരെ ലീവ്. 25/12/24 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡേറ്റിൽ ഒന്നുകിൽ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കണം,
അല്ലെങ്കിൽ ലീവ് ആണെങ്കിൽ അത് സഫിക്സും ചെയ്യണം. ഓക്കെ. ഓക്കെ. സാർ ഇങ്ങനെയുള്ള ലീവ് മെഡിക്കൽ ലീവ് ആയിട്ടാണോ പരിഗണിക്കുന്നത്? അതെ, വിത്ത് MC സർട്ടിഫിക്കറ്റ് സാങ്ഷൻഡ് കമ്മ്യൂട്ടഡ് ലീവ് ഫോർ ഡേയ്സ് ഫ്രം ഇത്ര മുതൽ ഇത്ര വരെ വിത്ത് MC മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർവീസ് ബുക്കിൽ ഒട്ടിച്ചു വെക്കുകയും വേണം. വരുന്നുണ്ടോ എന്റെ കൂടെ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാലുശ്ശേരിയിലുള്ള ടീച്ചറിന് വെച്ച് അത് രസം. കുറച്ച് വർഷം മുമ്പേ ആ ഡേറ്റ് ഞാൻ മറന്നു. സപ്പോസ് ഒരു 25/3/2018 എന്ന് വിചാരിക്കും. 25/3/2018 ഒരു ഫ്രൈഡേ സ്ട്രൈക്കായിരുന്നു. 25/3/2018 ഒരു ഫ്രൈഡേ, ഒരു ദിവസമാണ് ഞാൻ പറയുകയാണെങ്കിൽ, അന്ന് സ്ട്രൈക്കൊന്നുമില്ല, അന്ന് സ്ട്രൈക്കായിരുന്നു. ഈ അധ്യാപകന് അന്ന് കാഷ്വൽ ലീവ് എടുത്തേ പറ്റൂ, എന്തോ പരിപാടിയുണ്ട്. അയാളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. എന്താ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നറിയാം? 25/3/18 ടു 27/3/18. 28/3/18 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൊടുത്തു. സോറി, 25/3/18 മുതൽ 26/3/18 ഞായറാഴ്ച 27/3/18 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സൺഡേ. സൺഡേസ് ഉണ്ട്. 25/3/18 ഫ്രൈഡേ, ഇത് സാറ്റർഡേ. അതിന്റെ പറഞ്ഞത് ഫീവറാണ്. 25ഉം 26ഉം ഫീവറാണ്. 27 സൺഡേ ഫിറ്റ്നസും കൊടുത്തിട്ടാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അന്നത്തെ പഴയ HM ഇവരല്ല, ഇവർക്ക് മുമ്പുള്ള HM 25/3/18 ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ദിവസത്തെ ലീവ് കൊടുത്തു, കാഷ്വൽ ലീവ് കൊടുത്തു. ഇപ്പൊ ഒബ്ജക്ഷനായി, കാഷ്വൽ ലീവ് അനുവദിച്ചത് തെറ്റാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കാഷ്വൽ ലീവ് അനുവദിക്കാൻ പറ്റില്ല എന്നാണോ സാറേ? അല്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. 25/3/18, അതായത് ഒരു മെഡിക്കലി ഒരാൾ അൺഫിറ്റ് ആണെങ്കിൽ എന്ത് വേണം? ഈ അൺഫിറ്റായ ദിവസങ്ങളിൽ സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് തന്നു. 25/3/18 മുതൽ 26/3/18 വരെയുള്ള സർട്ടിഫിക്കറ്റ് തന്നു. 27-ാം തീയതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും തന്നു. നമ്മളെന്തായിരുന്നു പഠിച്ചത്? മെഡിക്കലി അൺഫിറ്റ് ആണെന്ന് പറയുന്ന ദിവസങ്ങൾ ഡ്യൂട്ടിക്ക് ഹാജരാവാൻ പറ്റില്ല, ലീവിലായിരിക്കും. ലീവായിരിക്കണം. 25/3/18 മുതൽ 26/3/18 വരെ ഇദ്ദേഹം ലീവായിരിക്കണം. കാരണം മെഡിക്കലി അൺഫിറ്റ് ആണ്. 27/3/18 മാത്രമാണ് ഫിറ്റ്. അപ്പൊ ഇദ്ദേഹം ഈ മെഡിക്കലി അൺഫിറ്റ് ആയ ദിവസമായ ഫ്രൈഡേ മാത്രമേ ലീവ് കവർ ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? 26-ാം തീയതി ലീവ് അനുവദിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ റൂൾ 68-ന്റെ നോട്ട് 2 പ്രകാരം മെഡിക്കലി അൺഫിറ്റ് ആവുന്ന ദിവസങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എലിജിബിൾ ലീവ് ആക്കണം. അപ്പൊ 25/3/18 കാഷ്വൽ ലീവ് കൊടുത്തു. 26/3/18 ഇനി ഒരു കാഷ്വൽ ലീവ് എടുക്കാൻ അദ്ദേഹത്തിന് കാഷ്വൽ ലീവ് ഇല്ലായിരുന്നു. ഇപ്പല്ലേ കാണുന്നത് കാഷ്വൽ ലീവ് ഒക്കെ തീർത്തു കളഞ്ഞു. എന്ത് ചെയ്യും?
എന്താ ചെയ്യാ? കമ്മ്യൂട്ടർ ലീവ് ഉണ്ടെങ്കിൽ കമ്മ്യൂട്ടർ ലീവ് ആക്കി മാറ്റിക്കൂടെ സാർ? 25/3/18 മുതൽ 26/3/18 വരെയുള്ള 2 ദിവസം കമ്മ്യൂട്ടർ ലീവ് അനുവദിക്കുക. നേരത്തെ അനുവദിച്ച കാഷ്വൽ ലീവ് റദ്ദ് ചെയ്യുക. 25/3/18 മുതൽ 26/3/18 വരെ 2 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് അനുവദിക്കുക. 27/3/18 സൺഡേ സഫീസും കൊടുക്കാം. അതിന് ലീവ് അനുവദിക്കണം. ഓക്കെ, ബോധ്യപ്പെട്ടോ? ഓക്കെ സർ. ആൺ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. എല്ലാരും വിട്ടുപോയോ? പറയൂ. ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ട് സാർ. 26/3/18 ഹോളിഡേ ആയിരുന്നു, സാറ്റർഡേ. അതെ, സാറ്റർഡേ ഹോളിഡേ ആണ്. 25/3/18 മുതൽ 26/3/18 വരെ 2 ദിവസത്തെ മെഡിക്കൽ 2 ദിവസത്തേക്കുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. 25/3/18 വരെ 18ന്റെ 1 ദിവസത്തെ കാഷ്വൽ ലീവേ കൊടുത്തിട്ടുള്ളൂ. സാർ അവിടെ ഓൾറെഡി 2 ദിവസം ക്യാഷ്വൽ ലീവ് കൊടുത്തിരുന്നുവെങ്കിൽ ശരിയാവുമായിരുന്നോ? ശരിയാവുമായിരുന്നു. അപ്പൊ ഹോളിഡേയില് ലീവായി പരിഗണിക്കും. ഹോളിഡേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കൊണ്ട് മാത്രം. ഇയാള് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കാരണം എന്താ? സ്ട്രൈക്ക് ആയതുകൊണ്ട്. സ്ട്രൈക്ക് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രൈക്ക് ആയി പോകാതിരിക്കാൻ വേണ്ടി. കമ്മ്യൂട്ടർ ലീവ് എടുക്കായിരുന്നെങ്കിൽ അയാൾക്ക് 25/3/18 മാത്രം ലീവ് എടുത്ത് 26/27. പക്ഷെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബലത്തിൽ മാത്രമേ ലീവ് കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ദിവസത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതിയായിരുന്നു. ഇത് 2 ദിവസത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ 2 ദിവസം ലീവായി പോകും. ഇനി 3 ദിവസത്തെ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു വാങ്ങിയെങ്കിലോ 3 ദിവസത്തെ ലീവ് പോകുമായിരുന്നു. മെഡിക്കലി കവർ ചെയ്യപ്പെടും, മെഡിക്കൽ സർട്ടിഫിക്കറ്റിനാൽ കവർ ചെയ്യപ്പെടുന്ന ദിവസങ്ങളൊക്കെ എന്ത് വേണം? ലീവ് ആകണം. ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ലീവ് അനുവദിച്ചു കഴിഞ്ഞാൽ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എല്ലാവരും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റാണ്. പലപ്പോഴും നമ്മുടെ സ്കൂളിൽ കാണുന്ന ഒരു സംഗതിയാണ് എന്ത്? വിളിച്ചു പറയൂ. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം 10 ദിവസം ലീവാണ് എനിക്ക്, ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. ശരി, ഒരു ലീവ് അപേക്ഷയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുത്തുവിടും. 11-ാം തീയതി തിരികെ വരണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടേ? അന്ന് കയ്യും വീശിയാണ് വരിക. അയ്യോ സാറേ, എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയില്ല, ഞാൻ 2 ദിവസം കൊണ്ട് ഹാജരാക്കും. ഒപ്പിടിക്കരുത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ തന്നാൽ മാത്രമേ തിരികെ ജോലി പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. നോ ഓഫീസർ ഹു ഹാസ് ബീൻ ഗ്രാൻഡഡ് ലീവ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ലീവ് കൊടുത്ത ഓഫീസറെ മേ റിട്ടേൺ ടു ഡ്യൂട്ടി വിത്തൗട്ട് ഫസ്റ്റ് പ്രൊഡ്യൂസിങ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ഇങ്ങ് കയറ്റാനേ പാടില്ല. ഇനി വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പുറത്ത് 5-ാം തീയതിയാണ് ഫിറ്റ് ആയതെങ്കിൽ 5-ാം തീയതി വരുമ്പം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ 5-ാം തീയതി വെച്ചിട്ട്
നാളെ കൊണ്ടുവന്നോ അപ്പോൾ പിടിക്കാം. അങ്ങനെ പാടില്ലെങ്കിൽ പോലും പരമാവധി അവരോട് ഒരു ദയാദാക്ഷിണ്യം എന്നുള്ള രീതിയിൽ അങ്ങനെയാക്കാം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്താൽ മതി? കൊണ്ടുവന്നിട്ട് ഒപ്പിടിച്ചാൽ മതി. അപ്പൊ എയോ ഡിയോ വരുന്നത് ശ്രദ്ധിക്കണേ. ഇല്ലേ ചോദിക്കുമ്പോൾ എന്താണ് ഇതെന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്നും മാർക്ക് ചെയ്യാതെ വെച്ചത്? അതിനെന്ത് ചെയ്യണം? ഈ സംഗതികളൊക്കെ സ്റ്റാഫ് മീറ്റിംഗ് പറയണം. എന്നിട്ട് തന്നിട്ടില്ലെങ്കിൽ അതിന്റെ എയോ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അയാൾ അനുഭവിച്ചോട്ടെ. നമ്മുടെ ഒരു സംഗതി എന്താന്ന് പറഞ്ഞാല് അധ്യാപകർക്കാർക്കും ഈ പറഞ്ഞ കാര്യങ്ങളും നിയമങ്ങളും ഒന്നും അറിയില്ല. സത്യത്തിൽ അവരെങ്ങനെയാ സാധാരണ ചെയ്യുന്നത്? തൻ്റെ സീനിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണോ ചെയ്തത് അത് അവരെങ്ങനെ ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ലീവ് അപേക്ഷ മുൻകൂട്ടി തരണം എന്ന് പറഞ്ഞാൽ ഓഹോ ഇത് പുതിയ ഉത്തരവാണല്ലോ, ഇതുവരെയും ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ ഇയാൾ വന്നപ്പോ എന്താ ഒരു ലീവൊക്കെ മുൻകൂട്ടി തരണം എന്ന് പറയുന്നത്? വിളിച്ചു പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മളെ കുറ്റമല്ല. അവര് ഇതുവരെ ധരിച്ചു വെച്ച എന്താണ്? എന്താ ധരിച്ചു വെച്ച? എപ്പെങ്കിലും കൊടുത്താൽ മതി, കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അല്ലേ? അപ്പൊ ഏതൊരാളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബലത്തിൽ ലീവിൽ പ്രവേശിച്ചോ തിരികെ ഒപ്പിടിക്കുന്നതിന് മുമ്പേ അയാളുടെ അടുത്ത് നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. എന്നിട്ട് ഒപ്പിടിക്കാൻ പറ്റും. ഒപ്പിടിക്കുക മീൻസ് അയാൾ തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റും. ശരി, ആരിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത്? നമ്മളൊക്കെ നോൺ ഗസ്റ്റഡ് ഓഫീസേഴ്സ് ആണ്. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി. ഫോം ഇതാണ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്ന്, ഗവൺമെന്റ് ഡോക്ടർ ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ രജിസ്ട്രേഷനുള്ള ബോർഡ് രജിസ്ട്രേഷനുള്ള ഏതൊരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഒരു നോൺ ഗസ്റ്റഡ് ഓഫീസർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാം. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്ന ഓഫീസർ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും തരണോ? വേണ്ട. വേണ്ട. ഒരു ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നു, ഒരു മാസം റെസ്റ്റ് ചെയ്യണമെന്ന്. അയാൾ മരിച്ചുപോയി, അതല്ലെങ്കിൽ അയാൾ ട്രാൻസ്ഫർ ആയി മറ്റെവിടെങ്കിലും പോയി, അറിയില്ല എങ്ങോട്ടാ പോയെന്ന്. അയാളെടുത്ത് തന്നെ ഫിറ്റ്നസ് ഇല്ല. മറ്റൊരു ഡോക്ടർ പരിശോധിച്ചിട്ട് ശരി ഇദ്ദേഹത്തിന്റെ അസുഖം ഭേദമായിട്ടുണ്ടോ, ഉണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇപ്പൊ അടുത്തൊരു ഒബ്ജക്ഷൻ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറും രണ്ടാണ്, തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞു ഓഡിറ്റ് ഒബ്ജക്ഷൻ. ഒന്നുമില്ല, ഒരു DO ആണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ എടുത്തത്. ഓഡിറ്റ് ഒബ്ജക്ഷനിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പറയൂ. ഇല്ല സാർ. ഇല്ല. ഇനി ഏതെങ്കിലും ഒരു ജീവനക്കാരന് ലീവ് അനുവദിച്ചു കഴിഞ്ഞാൽ, ലീവ് അനുവദിച്ചു കൊടുത്താൽ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന് തിരികെ ജോലി പ്രവേശിക്കാൻ കഴിയില്ല. ലീവ് ഒരു മാസത്തേക്ക് ലീവ് ചോദിച്ചു, 15 ദിവസം കഴിയുമ്പോഴേക്ക് അയാളുടെ ആവശ്യം തീർന്നു. നിങ്ങൾക്ക് വേണേൽ പെർമിഷൻ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ പെർമിഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ആ ലീവ് കഴിഞ്ഞു മാത്രമേ തിരികെ വരാൻ പറ്റൂ. ഒരാൾക്ക് അനുവദിച്ച ലീവ് പീരീഡ് കഴിയുന്നതിന് മുമ്പേ എന്ത് പറ്റില്ല? ലീവ് റദ്ദ് ചെയ്ത് തിരികെ വരാൻ പറ്റില്ല. ലീവ് റദ്ദ് ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ഹെഡ് ഓഫ് ദ ഓഫീസ് പെർമിഷൻ തരണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, എങ്കിലേ തിരിച്ചു വരാൻ പറ്റൂ. LWA ആണെങ്കിലും അങ്ങനെ തന്നെയാണോ? ആരാണ് ലീവ് സാങ്ഷനിങ് അതോറിറ്റി, ആരാണോ ലീവ് സാങ്ഷൻ ചെയ്തത് അയാള് അനുവദിക്കണം. ഇപ്പൊ
5 വർഷത്തെ വിദേശത്ത് മറ്റൊരു ജോലി സ്വീകരിക്കാൻ വേണ്ടി 5 വർഷത്തെ ലീവ് എടുത്താന്ന് വിചാരിക്ക്. ആരാ ലീവ് സാങ്ഷൻ ചെയ്യേണ്ടത്? ഗവൺമെന്റ് അല്ലേ? 5 വർഷത്തേക്ക് മറ്റ് ജോലി സ്വീകരിക്കാൻ വേണ്ടി എടുക്കുന്ന ലീവ് സാങ്ഷൻ ചെയ്യേണ്ടത് ഗവൺമെന്റ് അല്ല, അത് പണ്ടായിരുന്നു. ഇപ്പൊ ഡയറക്ടറാണ്, പഴയ DPI ആണ് ലീവ് സാങ്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ ആ ലീവ് റദ്ദ് ചെയ്ത് തിരികെ വരണം, ലീവ് സാങ്ഷനിങ് അതോറിറ്റിയായ DPI റദ്ദ് ചെയ്ത് തരണം. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ നേരത്തെ റൂൾ 72 പറഞ്ഞ എന്താണ്? ഒരാൾക്ക് അനുവദിച്ച ലീവ് കഴിയുന്നതിന് മുമ്പേ, തീരുന്നതിന് മുമ്പേ തിരികെ ജോലി പ്രവേശിക്കണമെങ്കിൽ ആരുടെ പെർമിഷൻ? ലീവ് സാങ്ഷനിങ് അതോറിറ്റിയുടെ പെർമിഷൻ. പക്ഷേ ഒരാള് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എടുത്ത കേസിൽ, ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എടുത്ത ഓഫീസർ ആണെങ്കിൽ, അതായത് മെയ് 31 തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ജാനുവരി മുതലേ ലീവ് പോയി, മാർച്ച് 31 തിരികെ മെയ് 31 തിരികെ വരാതെ ലീവിലിരിക്കെ പിരിഞ്ഞു പോകാനാണ് ഉദ്ദേശം. ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലീവ് റദ്ദ് ചെയ്ത് തിരികെ വരണമെങ്കിൽ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ കൂടി വേണം. ശ്രദ്ധിക്കണം, അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ കൂടി വേണം. ഇനി അടുത്തത് റൂൾ 73 ആണ്. റൂൾ 73. റൂൾ 73. ഒരാള് 1/10/24 മുതൽ 10/10/24 വരെ കമ്മ്യൂട്ട് ചെയ്തു. അതിന്റെ തുടർച്ചയായി 11/10/24 മുതൽ 20/10/24 വരെ ഹാഫ് പേ ലീവ്. അതിന്റെ തുടർച്ചയായി 21/10/24 ടു 31/10/24 11 ദിവസത്തെ കമ്മ്യൂട്ട് ലീവ്, LW. 11 ദിവസത്തെ LW. 1/11/24 ഓൺവേർഡ്സ് 180 days മെറ്റേണിറ്റി ലീവ്. ഇങ്ങനെ ലീവ് അനുവദിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ് ചോദ്യം. 1/10/24 മുതൽ 10/10/24 വരെ കമ്മ്യൂട്ടർ ലീവ്. അതിന്റെ തുടർച്ചയായി 11/10/24 മുതൽ 20/10/24 വരെ ഹാഫ് പേ ലീവ്. 21/10/24 മുതൽ 31/10/24 വരെ LW. ഇങ്ങനെ ലീവ് എടുക്കാൻ പറ്റുമോ ഇല്ലേ? അതിന്റെ തുടർച്ചയായി 1/11/24 മുതൽ 180 ദിവസത്തെ മെറ്റേണിറ്റി ലീവ്. പറയൂ. ഇങ്ങനെ ലീവ് എടുക്കാൻ പറ്റുമോ? പലതരം ലീവ് ഒരുമിച്ച് എടുക്കാൻ പറ്റൂലല്ലോ. അതാ പ്രശ്നം. പലതരം ലീവ് ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദ്യം. എടുക്കാൻ പറ്റും സർ. യെസ്, എടുക്കാൻ പറ്റും. കാരണം എന്താ? റൂൾ 73 നോക്കിയേ. റൂൾ 73, any kind of leave under this rule may be granted in combination with or in continuation of any other kind of leave. ഏത് ലീവിനോടും മറ്റൊരു ലീവ് ചേർത്തെടുക്കാം. ഉദാഹരണം 10 ദിവസം കമ്മ്യൂട്ടർ ലീവ്, അതിന്റെ തുടർച്ചയായി 10 ദിവസം ഹാഫ് പേ ലീവ്, അതിന്റെ തുടർച്ചയായി 10 ദിവസം LWA, അതിന്റെ തുടർച്ചയായി 10 ദിവസം മെറ്റേണിറ്റി ലീവ്. ഏത് ലീവ്, എനി കൈൻഡ് ഓഫ് ലീവ് അണ്ടർ ദിസ് റൂൾ may be granted in combination with or in continuation of any other kind of leave. ടീച്ചറുടെ ചോദ്യം, എന്റെ ചോദ്യം, ഏത് ലീവും മറ്റൊരു ലീവിനോട് ചേർത്തെടുക്കാൻ പറ്റുമോ ഇല്ലേ?
പറയൂ. പറ്റും. പറ്റില്ല എന്ന് പറഞ്ഞത് ഡിലീറ്റ് ചെയ്തോ? ക്യാഷ് ലീവിന്റെ കൂടെ വേറെ ലീവ് എടുക്കാൻ പറ്റുമോ? കാഷ്വൽ ലീവ് അല്ല എന്ന് പഠിച്ചതല്ലേ? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുമ്പോൾ പഠിച്ചിട്ടില്ലായിരുന്നോ? കാഷ്വൽ ലീവ് അല്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയില്ലേ? ഇപ്പം ഏത് ലീവിന്റെ കൂടെയും മറ്റൊരു ലീവ് ചേർത്തോ തുടർച്ചയായോ എടുക്കാം. പക്ഷേ അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12B, അപ്പൻഡിക്സ് 12C ഈ 3 ലീവിന്റെ കൂടെയും ഒരു ലീവും ചേർത്തെടുക്കാൻ പാടില്ല. ഈ 3 ലീവിന്റെ കൂടെയും ഒരു ലീവ് ചേർക്കാൻ പാടില്ല. ഇതൊഴികെ ബാക്കി എല്ലാ ലീവിനോടൊപ്പം ഏത് ലീവും ചേർത്തെടുക്കാം. അപ്പൻഡിക്സ് 12A, 12B, 12C ഈ 3 LWAയുടെ ഒഴികെ ബാക്കി ഏത് ലീവിനോടും മറ്റൊരു ലീവ് തുടർച്ചയായോ ചേർത്തോ എടുക്കാവുന്നതാണ്. ഓക്കേ? അപ്പൊ എനിക്കൊരു സംശയം, ഇത് നമ്മൾ പഠിച്ചില്ലേ? ഏത് ലീവ് മറ്റൊരു ലീവിനോട് ചേർത്തോ തുടർച്ചയായോ എടുക്കാം അല്ലേ? 1/10/24 മുതൽ 10/10/24 വരെ കമ്പ്യൂട്ടർ ലീവ്, 11/10/24 മുതൽ 20/10/24 വരെ ഹാഫ് പേ ലീവ്, 21/10/24 മുതൽ 31/10/24 വരെ LWA, അതിന്റെ തുടർച്ചയായി 1/11/24 മുതൽ 180 ദിവസം മെറ്റേണിറ്റി ലീവ്. പറ്റില്ലേ? പറ്റില്ലേ? പറ്റും. യെസ്. ശരി. അപ്പൊ അടുത്ത വിഷയം ഒരാള് 1/3/25 മുതൽ 5/3/25 വരെ 5 days കമ്മ്യൂട്ടർ ലീവാണ്. ഇതിന്റെ തൊട്ട് തലേ ദിവസം, ഇത് തിങ്കളാഴ്ചയാണ്, ഇത് മൺഡേ, ഇത് ഫ്രൈഡേ ആണ്. ശരി. 1/3/25 തൊട്ടു തലേ ദിവസം 28-ാം തീയതിയും 27-ാം തീയതിയും 28-ാം തീയതിയും എന്താണ്? ഹോളിഡേയ്സ് ആണ്. ഇതൊരു ലീവിന്റെ മുമ്പേ വന്നാൽ ഇതെന്ത് ചെയ്യാം? പറഞ്ഞോളൂ. അത് പ്രിഫിക്സ് ചെയ്യാം. ശരി. അതിനുശേഷം 5/3/25 വരെ ലീവ്, 6/3/25 7/3/25 സൺഡേ ഹോളിഡേയ്സ് ആണ്. അതെന്ത് ചെയ്യാം? പ്രിഫിക്സ് ചെയ്യാം. സഫിക്സ് ചെയ്യാം. സംശയമില്ലല്ലോ? ഇല്ല. ശരി. (28/3/25) നമ്മുടെ ക്ലോസിംഗ് ഡേ ആണ്. അന്നൊരാള് 1 ഡേ കമ്മ്യൂട്ടർ ലീവ് എടുത്തു. വെള്ളിയാഴ്ച 28/3/25 ഫ്രൈഡേ ഒരാള് 1 ഡേ കമ്മ്യൂട്ടർ ലീവ് എടുത്തു.
ലീവ് എടുക്കാൻ പറ്റുമോ ഇല്ലേ? കമ്പ്യൂട്ടർ ലീവാണ് എടുത്തത്, എടുക്കാം. കാഷ്വൽ ലീവ് അല്ല എടുത്തത്. ഒരു ദിവസം കമ്പ്യൂട്ടർ ലീവ് എടുത്തു. എടുത്തൂടെ സാറേ? എടുക്കാം. 28/3/25 ഒരു ദിവസം കമ്പ്യൂട്ടർ ലീവ് എടുത്തൂടെ? എടുക്കാം. അപ്പൊ 29-ാം തീയതി മുതലുള്ള വെക്കേഷൻ സഫിക്സ് ചെയ്യണം. 29/3/25 മുതൽ 1/6/25 വരെയുള്ള വെക്കേഷൻ സഫിക്സ് ചെയ്യണം. സഫിക്സ് ചെയ്യണം. സഫിക്സ് അല്ലേ? ശേഷമല്ലേ? ലീവിന് ശേഷമല്ലേ വരുന്നത്? ശേഷം വരുന്നത് സഫിക്സ് ചെയ്യണം. പക്ഷെ ക്ലോസിംഗ് ഡേയില് ലീവ് എടുക്കരുത് എന്ന് പറയല് എന്താ? അത് എടുക്കാന്നല്ലേ നമ്മളിപ്പം പറയുന്നത്. ടീച്ചർ പറഞ്ഞില്ലേ 28/3/25 ലീവ് എടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ എടുത്താൽ തുറക്കണ ദിവസം എന്തായാലും വരണം എന്നും പറയാറുണ്ട്. അത് വേണം, അത് വേണം വേണ്ടി നമുക്ക് അടുത്ത പറയാം. ഇപ്പൊ അവിടെ കണ്ട അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ വെക്കേഷൻ മൊത്തം ലീവിൽ. അതാ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് എന്നാ സ്കൂൾ തുറക്കുന്നത്? 2/6/25 2/6/25 മൺഡേ ആണോ? 2/6/25 മൺഡേ റീ ഓപ്പണിംഗ് ആണ്. മൺഡേ റീ ഓപ്പണിംഗ്. ഇത് വേറൊരാളാണേ, ഇത് വേറൊരാളാണ്. 2/6/25 മൺഡേ റീ ഓപ്പണിംഗ്. ലീവ് എടുക്കാൻ പറ്റൂല്ലേ? 2/6/25 ഒരു ദിവസത്തെ കമ്പ്യൂട്ടർ ലീവ്, 1 ഡേ കമ്പ്യൂട്ടർ ലീവ്. പ്രിഫിക്സ് ചെയ്തുകൊണ്ട് എടുക്കാലോ, മറ്റേ വെക്കേഷൻ പ്രിഫിക്സ് ചെയ്യാലോ. ഒരു സംശയം വേണ്ട. ലീവ് എടുക്കാം. 29/3/25 മുതൽ 1/6/25 വരെയുള്ള വെക്കേഷൻ പ്രിഫിക്സ് ചെയ്യാം. ഓക്കെ, സംശയമുണ്ടോ? ഇല്ല. ഇനി അടുത്തത് 28/3/25 1 ഡേ കമ്മ്യൂട്ടർ ലീവ് ഇയാളെടുത്തു. 28/3/2025 1 ഡേ കമ്മ്യൂട്ടർ ലീവ് എടുത്തു, ലീവ് സാങ്ഷൻ ചെയ്തു. ഇദ്ദേഹത്തിന് 2/6/25 ഒരു രക്ഷയില്ല. അന്ന് ഒരു ദിവസം ലീവ് എടുക്കണം. അന്നും ഒരു 1 ഡേ കമ്മ്യൂട്ടർ ലീവിന് അപേക്ഷിക്കുന്നു. 1 ഡേ കമ്മ്യൂട്ടർ ലീവിന് അപേക്ഷിക്കുന്നു. കൊടുത്തിട്ടില്ല. 28/3/25 1 ഡേ കമ്മ്യൂട്ടർ ലീവ് കൊടുത്തു. 2/6/25 പറയുന്നു ഒരു രക്ഷയില്ല, എനിക്കത് വരാൻ പറ്റില്ല. അയാൾ വന്നുമില്ല. പിറ്റേ ദിവസം ഒരു ലീവ് അപേക്ഷ തന്നു. 2/6/25 ഒരു ദിവസം ലീവ് അനുവദിക്കാൻ പറ്റൂ ഇല്ലേ? ഇല്ല. അനുവദിക്കാം, പക്ഷെ വെക്കേഷൻ മൊത്തം ലീവിൽ ഉൾപ്പെടും. എന്തിനാ ഈ മഹാഭാവം ചെയ്യുന്നത്? അങ്ങനെ കണ്ണൂർ ടീച്ചർ ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇരുപത്തെട്ട് 3/2025 2/6/25 ഓരോ ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് അനുവദിക്കാം. 28/3/25 2/6/25 2 ലീവ് മാത്രം മതി, വെക്കേഷൻ പോവില്ല. അതിന് പറയുന്നത് ഇപ്പം 28/3/25 2/6/25 ഇടയിൽ ഒരു വെക്കേഷൻ വന്നിട്ടുണ്ട്. ആ വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. INTERVENE ഇന്റർവെയിൻ ചെയ്യാം. ഏതുപോലെ?
തൊട്ട് മുമ്പേ ഉള്ള വെക്കേഷൻ പ്രിഫിക്സ് ചെയ്യുന്നത് പോലെ, ഒരു ലീവ് പീരീഡിന്റെ തൊട്ട് മുമ്പേ വെക്കേഷൻ പ്രിഫിക്സ് ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു ലീവ് പീരീഡിന് ശേഷം വെക്കേഷൻ വരുമ്പോൾ അത് സഫിക്സ് ചെയ്യുന്നത് പോലെ ഇടയിൽ വരുന്ന വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. ഇടയിൽ വരുന്ന വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. 2 ദിവസം ലീവ് എടുത്താൽ മതി. സർ, ഇത് കാഷ്വൽ ലീവിനും ബാധകമാണോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാഷ്വൽ ലീവ് ലീവല്ല. ഇത് ലീവുകൾക്ക് മാത്രമേ ബാധകാവൂ. 2 തരം ലീവാണ് ഒരു ഓഫീസർക്ക് കിട്ടുക. ഒന്ന് ഓർഡിനറി ലീവ്സും, രണ്ടാമത് സ്പെഷ്യൽ ലീവ്സും. 5 ഓർഡിനറി ലീവ്സും ഉണ്ട്, 5 സ്പെഷ്യൽ ലീവ്സും ഉണ്ട്. ഈ 5 ഓർഡിനറി ലീവ്സിനും 5 സ്പെഷ്യൽ ലീവ്സിനും ആണ് ഈ പറഞ്ഞ നിയമം ബാധകം. ഏത്? വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാന്ന് പറയുന്നത്. അതിനും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിൽ പോലും എല്ലാ 5 ഓർഡിനറി ലീവ്സിനും വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. രണ്ട് ദിവസം ലീവ് എടുത്താൽ മതി. 28-ാം തീയതി പോയിക്കില്ലേ, പോണ്ട. 2-ാം തീയതി പോണ്ട. 2 ദിവസം പോണ്ട. 2 ദിവസം നിങ്ങൾക്ക് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ, ലീവ് എടുക്കാൻ അനുവാദം കിട്ടുകയാണെങ്കിൽ ലീവ് എടുക്കാം. ഇടയിലുള്ള വെക്കേഷൻ ഒന്നും എവിടെയും പോവില്ല. അത് പ്രോസസ്സിന് പറയുന്ന പേര് ഇന്റർവെയിൻ ചെയ്യുക. ഒരു ലീവ് പീരീഡിന്റെ 2 ലീവ് പീരീഡിന്റെ ഇടയിൽ ഒരു വെക്കേഷൻ വന്നാൽ 2 ലീവ് പീരീഡിന്റെ ഇടയിൽ ഒരു വെക്കേഷൻ വന്നാൽ അതെന്ത് ചെയ്യാം? ഇന്റർവെയിൻ ചെയ്യാം. വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. അങ്ങനെയാണ് ഒരു സംശയം. എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് 1/3/25 മുതൽ 30/6/25 വരെ കമ്പ്യൂട്ടർ ലീവ് വേണം. ഒന്ന് 3/25 മുതൽ 30/6/25 വരെ കമ്പ്യൂട്ടർ ലീവ് വേണം. ഈ ലീവ് അനുവദിക്കാൻ പറ്റുമോ? ഇല്ലേ? ലീവ് അനുവദിക്കാം. എത്ര ദിവസം ലീവ് എടുക്കേണ്ടി വരും? വെക്കേഷൻ കഴിച്ച് ബാക്കിയുള്ള ദിവസം. യെസ്, വെക്കേഷൻ കഴിച്ചുള്ള ബാക്കിയുള്ള ദിവസം. 1/3/25 മുതൽ 28/3/25 വരെയുള്ള 28 ദിവസവും 2/6/25 മുതലുള്ള 6/25 മുതൽ 30/6/25 വരെയുള്ള എത്രയാ? 29 ദിവസവും. അങ്ങനെ 57 ദിവസം ഇദ്ദേഹം കമ്മ്യൂട്ടർ ലീവ് എടുത്താൽ മതി. 57 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് എടുത്താൽ മതി. ഇതിന്റെ ഇടയിലുള്ള വെക്കേഷൻ INTRVENE ഇന്റർവെയിൻ ചെയ്യാം. വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്യൂട്ടിയായി പരിഗണിക്കും. വെക്കേഷൻ സാലറി നഷ്ടപ്പെടില്ല, ലീവും നഷ്ടാവൂല. ഓക്കെ. അപ്പൊ നേരത്തെ ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു 28-ാം തീയതി കമ്മ്യൂട്ടർ ലീവ് എടുക്കാന്ന് പറഞ്ഞു. 28-ാം തീയതി ഒരു ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് എടുക്കാം. എന്റെ ചോദ്യം ആരാ അങ്ങോട്ടായിരിക്കുന്ന? എന്റെ ചോദ്യം 28/3/25 1 ഡേ CL എടുക്കാൻ പറ്റുമോ? 28/3/25 ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതെടുക്കാൻ പറ്റില്ല. 15 അതുകൊണ്ടല്ല, അതൊരു കാരണമാണ്. പക്ഷെ KSR പ്രകാരം, അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. KSR പ്രകാരം 28/3/25 1 ഡേ കാഷ്വൽ ലീവ് എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ
KSRലെ അപ്പൻഡിക്സ് 7 പ്രകാരം വെക്കേഷനോട് ചേർന്ന് കാഷ്വൽ ലീവ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് 28/3/25 ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് എടുത്തുകൂടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വെക്കേഷനോട് ചേർന്ന് കാഷ്വൽ ലീവ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 2/6/25 കാഷ്വൽ ലീവ് എടുക്കാൻ പറ്റുമോ? അത് പറ്റുമല്ലോ. 2/6/25 1 ഡേ കാഷ്വൽ ലീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. അത് പറ്റാത്ത KSR അപ്പൻഡിക്സ് 7 യെസ്. അപ്പോഴും എന്താണ് കാഷ്വൽ ലീവ് വെക്കേഷനോട് ചേർന്ന് വരുന്നുണ്ട്, പറ്റില്ല. എന്നാ 28/3/25 ഒരു ദിവസത്തെ കമ്മ്യൂണിറ്റി ലീവ് എടുക്കാൻ പറ്റുമോ? കമ്മ്യൂണിറ്റി ലീവ് പറ്റും. 2/6/25 ഒരു ദിവസം കമ്മ്യൂണിറ്റി ലീവ് എടുക്കാൻ പറ്റുമോ? പറ്റും. പറ്റും. 28/3/25 2/6/25 2 ദിവസം കമ്പ്യൂട്ടർ ലീവ് എടുക്കാൻ പറ്റുമോ? പറ്റും. പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ലീവ് എടുത്തു കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് സ്കൂൾ വരണോ? വേണ്ട, ലീവ് എടുക്കാം. വേണോ വേണ്ടേ? പറഞ്ഞോ. തുറക്കുന്നന്ന് സ്കൂൾ വന്നാൽ തുറക്കുന്നന്ന് നിർബന്ധമായും വരണോ വേണ്ടേ? വേണ്ട, ലീവ് എടുക്കാം. വേണ്ട, ഉറപ്പിച്ചു പറഞ്ഞേ. വേണ്ട. 2 ദിവസവും ലീവ് ആവാം, പക്ഷെ കാഷ്വൽ ലീവ് പറ്റില്ല എന്ന് മാത്രം. എന്നാ ഈ വെക്കേഷൻ ഇന്റർവെൻ ചെയ്യുന്ന പരിപാടി ഓണം ഹോളിഡേയ്സിന് പറ്റുമോ? പറ്റില്ല. സമ്മർ വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ പറ്റുമോ? ക്രിസ്മസ് ഹോളിഡേയ്സിന് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞത് വെക്കേഷൻ ആണ്. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റൊരെണ്ണേ ഉള്ളൂ, സമ്മർ വെക്കേഷൻ. ഒരു സംശയം ചോദിച്ചോട്ടെ. ഓണം വെക്കേഷനോ ക്രിസ്മസ് വെക്കേഷനോ കാഷ്വൽ ലീവ്? ഓണം വെക്കേഷൻ അല്ല, ക്രിസ്മസ് വെക്കേഷൻ അല്ല. ഓണം ഹോളിഡേയ്സിനും ക്രിസ്മസ് ഹോളിഡേയ്സിനും ഈ പറയുന്ന പോലെ ബിഗിനിങ്ങിലും എൻഡിലും കാഷ്വൽ ലീവ് എടുക്കാൻ പറ്റുമോ? കാഷ്വൽ ലീവ് എടുക്കാൻ പറ്റും. നമ്മൾ വെക്കേഷനോട് ചേർന്ന് വരാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഹോളിഡേയ്സിന് ചേർന്ന് വരാം. എങ്ങനെ? ഇങ്ങോട്ട് വന്നിട്ടില്ല. വൈകിട്ടല്ലേ, അവർക്ക് 7:30 ട്രെയിൻ. ഞാൻ മ്യൂട്ടാക്കാം, അറിയില്ല. സർ, മെറ്റേണിറ്റി ലീവിന് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടോ ഈ ലീവ് റൂൾസിൽ? പിന്നെ സംശയം ഉണ്ടായിരുന്നു ചോദിക്കാൻ. ഓക്കെ, അത് പറയുമ്പോ പറയാം. ശരി, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പുതിയ ഒരെണ്ണം കിട്ടിയോ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഇന്റർവെയിൻ പുതിയതാ. ഈ വാക്ക് പുതിയതായിട്ട് കേൾക്കുന്നത്. അത് നമ്മള് പണ്ടേ ഉള്ളതാണോ അതോ പുതിയതായിട്ട് പണ്ടേ ഉള്ളതാണ്. അല്ല, അതാ സാറേ പറഞ്ഞത്. ഇപ്പൊ അന്ന് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നായിരുന്നു പണ്ട് മുതലേ കേൾക്കല്. ആരും മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ്. ഇത് പണ്ട് ഈ പിന്നെ പൂട്ടുന്ന ദിവസം ഉണ്ടാവണം, തുറക്കുന്ന ദിവസം ലീവ് എടുക്കാം. അല്ലെങ്കിൽ അടയ്ക്കുന്ന ദിവസം ഇല്ലെങ്കിൽ തുറക്കുന്ന ദിവസം വേണം, തുറക്കുന്ന ദിവസം ഇല്ലെങ്കിൽ അടയ്ക്കുന്ന ദിവസം വേണം. ഇത് പറയുന്ന കാലത്തൊക്കെ ഈ നിയമമുണ്ട്. നിയമം പുതിയതല്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് അതിപ്പോ കേൾക്കണത്. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞു അതങ്ങനെയാണെന്ന് ധരിച്ചു വെച്ചു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെയാവുമ്പോ സർവീസ് ബുക്കിലൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം. അത് നമുക്ക് വേറെ നോക്കാം, എന്തെഴുതണം എന്നുള്ളത് കറക്റ്റ്. എങ്ങനെയാണ് സർവീസ് ബുക്കിൽ എഴുതുക, ലീവ് അപേക്ഷ എങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ അത് നമുക്ക് വേറെ നോക്കാം.
ഒരു കമ്മ്യൂട്ടർ ലീവ് എടുക്കുമ്പോൾ 30 ദിവസത്തിൽ കൂടുതൽ വേണമെന്നില്ലേ? പകരം ഒരാളെ നിയമിക്കണമെങ്കിൽ കമ്മ്യൂട്ടർ ലീവ് എടുക്കുമ്പോൾ 30 ദിവസത്തിൽ 30 കൂടുതൽ ദിവസത്തിൽ കൂടുതൽ മിനിമം 31 ദിവസമെങ്കിലും ലീവ് ഉണ്ടാവണം. വേണം. അങ്ങനെ ലീവ് അത് എടുത്തേ മാത്രമല്ല, പക്ഷെ ആ പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കും 31 ദിവസം ജോലി ചെയ്യണം. വേണം അല്ലേ? 31 വർക്കിംഗ് ഡേ വേണമെന്നില്ല, 31 ദിവസം അവര് സർവീസിൽ ഉണ്ടാവണം. അപ്പൊ 28 ആയിപ്പോയി, അതുകൊണ്ട് അവര് റിജക്ട് ചെയ്തു. അല്ല, 28 ദിവസം ഒപ്പ് വേണമെന്നല്ല. ആ ഇപ്പൊ ഒരാൾ 31 ദിവസം ലീവ് എടുത്താൽ ലീവ് എടുക്കുന്ന അന്ന് മുതൽ തന്നെ ഇയാള് സൈൻ ചെയ്ത് തുടങ്ങണം. 2 ദിവസം കഴിഞ്ഞിട്ട് സൈൻ ചെയ്ത് തുടങ്ങിയ ഈ പറഞ്ഞ പോലെ